അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇനിയിപ്പോൾ കൃഷിയെല്ലാം തുടങ്ങാനായി കേട്ടോ. ഇനി മഴയെല്ലാം തുടങ്ങി ഓരോരോ കൃഷിയും ചെയ്യാനായി. അപ്പോൾ ഞാനിന്ന് കുറച്ച് എനിക്ക് പിന്നെ കക്കിരി, നമ്മൾ കക്കിരി എന്നെല്ലാന്ന് പറയുക, അതിന് വേറെ എന്തോ പേരുണ്ട്, വെള്ളരി, അങ്ങനെ വെണ്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നടാനായി. അപ്പോൾ അതെല്ലാം നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ജൈവവളമല്ലേ എടുക്കുന്നത്. അപ്പോൾ ജൈവവളം എടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കുട്ടികളെല്ലാം എവിടെയോ പോയിട്ടു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിക്ക് കാണിച്ചു തരുവേനു. അപ്പോൾ ഇതൊന്ന് സാധനം ഒന്ന് അരച്ചാൽ പുണ്ണാക്ക് കേട്ടോ. പുണ്ണാക്ക് ഞാൻ പുതിർത്തിട്ട് ഈ വളത്തിൽ ഇങ്ങനെ കുടഞ്ഞ് ഇടുവയ്യ. ഇത് കുറേ ഞാനിതിൽ കുടഞ്ഞിട്ടിട്ട് ഇങ്ങനെ ആദ്യം ഒരു 2 കൂട്ടം ആലവളം എടുക്കും. പിന്നെ അതിൻ്റെ ഒന്നിച്ച് കുറച്ച് വെണ്ണീർ, പിന്നെ കുറച്ച് കോഴിവളം അങ്ങനെ എന്നാൽ ഉള്ളതെന്ന് വിചാരിച്ചാൽ എല്ലാം കുറച്ച് കൂട്ടാം. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ വേഗം കരുത്തിൽ പൊടിച്ച് വരണമെങ്കിൽ എന്നാ വേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ പുണ്ണാക്ക് പുതിർത്തിട്ട് ഈ വളത്തിൻ്റെ ഒന്നിച്ച് ഇങ്ങനെ നല്ല ഇങ്ങനെ മിസ്സാക്കുക. വളത്തിൻ്റെ ഒന്നിച്ച് നല്ല മിസ്സാക്കി വെച്ചിട്ടാകുമ്പോൾ ഇതാണ് പരിപാടി. ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല മുളയങ്ങ് വരുന്നത് പുണ്ണാക്ക് ആണ്. അപ്പോൾ പുണ്ണാക്ക് നമ്മൾ പൊടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു പാത്രത്തിൽ 1 കിലോനോ 2 കിലോനോ അത്രയും നമ്മൾ നടുന്നതിനനുസരിച്ചിട്ട് പിന്നെ വാങ്ങിക്കൊണ്ടുവരിക, വെള്ളത്തിലിട്ട് വെക്കുക. നല്ലോണം പൊങ്ങിയിട്ടാകുമ്പോൾ ഈ വളമെല്ലാം വാരി കൂട്ടി വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് മുകളിൽ ഇങ്ങനെ നമ്മൾ പുതിർത്തതല്ലേ, അപ്പോൾ ഇങ്ങനെ കുടഞ്ഞ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറേ ഞാൻ ഇതിൻ്റെ അകത്ത് പൊടിച്ച് കൂട്ടി പിന്നെ കുടഞ്ഞ് വെച്ചിട്ടാകുമ്പോൾ ഇത് നല്ലോണം കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ട, ഇങ്ങനെ നല്ല മിക്സാക്കി ഇനി നമ്മൾ കുണ്ടെടുത്തിട്ടാകുമ്പോൾ ഇത് കോരി ആദ്യം കൊണ്ടിടുക. ഇങ്ങനെ ആകുമ്പോൾ നേരിച്ചാലുണ്ടല്ലോ ഉറുമ്പൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ വെണ്ണീറും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കൂടുന്നുണ്ടല്ലോ, വേഗം മുള വന്ന് ചീരക്കെല്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചീരയെല്ലാം നട്ടു കൊടുത്താൽ ക്ഷണം ഇങ്ങ് വരും. അപ്പോൾ എൻ്റെ വളഞ്ച് ഇനിയിപ്പം കുണ്ട് എടുക്കണത്രേ. കുണ്ടെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നട്ടു കൊടുക്കണം, ഓരോന്നായിട്ട് ഇനി എന്തെല്ലാം കൃഷിയാണ് ഉള്ളതെന്ന് പറയാനാവില്ല. ഇനി മൊത്തം കൃഷിയിലേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. അങ്ങനെ എന്തെല്ലോ പണിത്തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇങ്ങനെ നല്ല മിക്സാക്കി വെച്ചു. നല്ല പുണ്ണാക്കും കൂട്ടി കുഴച്ച് നല്ല മിക്സാക്കി വെച്ചു കേട്ടോ വളം. ഇനി കുറച്ച് ഇങ്ങനെ 2 കൈ കൊണ്ടും വാരി ചെറിയ നമ്മൾ കൊണ്ടെടുത്തിട്ടോ ആണിയാക്കിയിട്ടും നമ്മൾ ഗ്രോ ബാഗിൽ നടുന്നില്ലേ, ഗ്രോ ബാഗിൽ നടുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് അപ്പാട് തൈ നടറ്, കുരുവാണെങ്കിലും നടാം. തൈ നട്ടാൽ ഇതിൻ്റെ പുണ്ണാക്കിൻ്റെ ഇതുകൊണ്ട് അപ്പാട് ചീഞ്ഞു പോവും. അപ്പോൾ അതിനെന്താ വേണ്ടത് വെച്ചാൽ അത് വെറുതെ മണ്ണെടുത്തിട്ട് നട്ടു കൊടുക്കുക. തൈയാണെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ വെള്ളമെല്ലാം നനച്ചാകുമ്പം കുറച്ച് ഇതായി വരുമല്ലോ, അപ്പോൾ അതൊരു 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ ചുറ്റോടും ഇതിൻ്റെ ഇതിൻ്റെ ചെടീൻ്റെ കുണ്ടയിൽ അങ്ങനെ ആകറ് കുറച്ച് വട്ടത്തിൽ ഇതൊരുട്ടായിട്ട് നല്ലോണം വളച്ച് വാരി വെച്ച് കൊടുക്കുക. കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നനയ്ക്കുക, ഒരു പൊതിര മാത്രം, അധികം നനക്കരുത്. ഒരു 3-4 ദിവസം അങ്ങനെ നനച്ച് കൊടുത്ത് പിന്നെ നല്ലോണം നനച്ച് കൊടുത്താൽ ക്ഷണം ഇങ്ങ് പൊന്തിക്കോളും. പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെയ്താൽ എത്ര വേഗം വെണ്ടയായാലും ചീരയായാലും എല്ലാം ഉടനെ ഇങ്ങ് വരും. നമ്മളെപ്പോഴും ഇപ്പം ഇങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. രാസവളം നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. ഈ പുണ്ണാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക.
എന്തൊന്നും നമ്മൾ നടുമ്പം തന്നെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നട്ടിട്ട് പിന്നെ ചെയ്യുന്നതും നടുമ്പം തന്നെ എല്ലാ വളം ചെയ്യുന്നതും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് വേഗം വളർച്ച കിട്ടും എല്ലാം നടുമ്പം തന്നെ ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ അകത്തിന് കുറച്ച് കുമ്മായവും കൂട്ടീനി, ഞാൻ കുറച്ച് കൂട്ടീനി, അതധികം കൂട്ടിയിട്ടില്ല. ഒരു ലേശം കുമ്മായം കൂട്ടീനി. വേറെ ഇപ്പം എന്നാന്ന് വെച്ചാൽ വെണ്ണീര്, ആലവളം, കോഴിവളം ഉണ്ടെങ്കിൽ കുറച്ച് കോഴിവളം ഇടുക, എല്ലാം കുറച്ച് കുറച്ചിടുക. ആലവളത്തൊപ്പനായാലും ഒന്നുമില്ല, കോഴിവളം അത്ര പാട് വേണ്ട. വെണ്ണീരും നടുമ്പം വെണ്ണീര് അധികമായാലും ഒന്നുമില്ല, നല്ല വെണ്ണീരാണെങ്കിൽ അങ്ങനെ എല്ലാം ഇടുക. ഈ പുണ്ണാക്കും നല്ലോണം പുതിർത്തിൻ്റെ മുകളിലേക്കൂടെ കുടഞ്ഞങ്ങിട്ടിട്ട് നല്ലോണം മിക്സാക്കി അവിടെ വെക്കുക. വാരി ഇടുക, നടുക. നല്ല എന്താ പറയുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ നടുന്ന വീഡിയോ പിന്നെ ഒരു ദിവസം കാണിക്കാം. ഇത് ഞാൻ ഈ വളം ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തന്നെ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ പശു പ്രസവിച്ചു. പിന്നെ പശുവിനെയും കൊണ്ടായി പണി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും നോക്കാഞ്ഞത്. പിന്നെ പാട്ടെല്ലാം പാടുന്നത്, അപ്പോൾ പാട്ടും ഇല്ല ഒന്നുമില്ല. അപ്പോൾ ഇതാ നല്ല കുട്ടമ്മോനാണ് കേട്ടാ. വെള്ളയും കറുപ്പെല്ലാം പുള്ളിയായിട്ട് അവനവിടെ കിടന്നിട്ടുണ്ട്. അവൻ്റെ അമ്മേനെ വളപ്പിൽ മേയാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിരക്കിലായിപ്പോയി, പശു പ്രസവിച്ചതിൻ്റെ തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് എനിക്കൊന്നും സമയം കിട്ടാഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയിപ്പം ഞാൻ കൃഷി ചെയ്യുന്നത് ഈ വളം ഇട്ടിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇടിയാണ് നിലയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. നിലയിൽ ഒരുക്കി വെച്ച് ഈ വളം ഇങ്ങനെ ഇട്ട് എല്ലാം മിക്സാക്കി വെക്കണമല്ലോ, എന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ഒരുക്കി വെച്ച് ഇനിയിപ്പോൾ കുണ്ടെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുരു നടുകയേ ഉള്ളൂ. കുരുവാണ് ഇപ്പം നടുന്നത്, തൈ കിട്ടാനായില്ല. കുറച്ച് കഴിയുമ്പം തൈ കിട്ടും, കൃഷിഭവനിന്നെല്ലാം തൈ കിട്ടും. അപ്പോൾ ഇപ്പം കുരുവാണ് നടുന്നത്. അപ്പോൾ ഇത് കണ്ട, ഇതിപ്പം നിത്യവഴുതനയാണ്. നിത്യവഴുതന ഒന്ന് പൊടിച്ചിട്ടുണ്ടാ. ഇനിയിപ്പോൾ ഇതിനൊരു വളമിട്ട് കൊടുത്താൽ, ഒരു പന്തലുമാക്കി കൊടുത്താൽ ഇതങ്ങ് ഉഷാറായിക്കോളും. അപ്പം അങ്ങനെയുള്ള പണിയാണ്. അപ്പോൾ പറമ്പിലെല്ലാം കൃഷി ചെയ്യാൻ സ്ഥലമൊന്നും ഒരുക്കിയില്ല, അങ്ങോട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് സ്ഥലം ഇനി കിളച്ചിടണം. നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ അതിൻ്റെ ഇതെല്ലാം ഉണ്ടല്ലോ, എന്നെല്ലാം കളച്ചിട്ട് എല്ലാം പൊറുക്കി വൃത്തിയാക്കണം അത്രേ. അപ്പോൾ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇനി ഓരോരോ വീഡിയോയിലും ഇനി കൃഷി ചെയ്യുന്നത് കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.